ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡോഗ് സ്റ്റോക്കൻ്റെ എയർ ഡ്രോപ്പിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 ആണ്. സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ടെലഗ്രാമിൻ്റെ 11ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്ന് അവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ 1-2 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡോഗ്സ് എയർ ഡ്രോപ്പിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കരുത്. ഇന്ന് രാത്രി ഏകദേശം ഒരു 11 മണി 11:30 വരെ നമുക്ക് സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ അതിന് മുന്നേ ക്ലോസ് ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരേക്കും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ക്ലെയിമിംഗ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ടെലഗ്രാം യൂസേഴ്സിനും ഫ്രീ ആണ്. കുറച്ച് ടാസ്കുകളും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. ബേസിക്കലി നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇവരിപ്പം അനൗൺസ് ചെയ്തിട്ടുള്ള ലിസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം. നമ്മുടെ ഈ ഒരു ഡോഗ് സ്റ്റോക്കൺ ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ OKX എക്സ്ചേഞ്ച് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടയർ 1 എക്സ്ചേഞ്ച് ആണ് OKX. സോ ഫസ്റ്റ് തന്നെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത് OKX എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിനുശേഷം വീണ്ടും 1-2 എക്സ്ചേഞ്ചുകൾ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്ചേഞ്ചുകൾ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായിട്ടൊക്കെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് നടത്തും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. OKX ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തതിന് ശേഷം ബിറ്റ്ഗെറ്റ് ഗ്ലോബൽ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെയിം ഡേറ്റിൽ സെയിം ടൈമിൽ തന്നെയാണ് അവരും ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം BingX എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചും ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ന്യൂസാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു പോയിന്റ്സിൻ്റെ കൺവേർഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. തീർച്ചയായിട്ടും 1:1 ഒക്കെ വെച്ച് കൺവേർഷൻ റേഷ്യോ തരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ബ്രോ എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ എത്രയാണ് എന്ന് പറയാതെ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ബൈനാൻസ് ലിസ്റ്റിംഗ് ഒക്കെ അവർ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് എമൗണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. മോസ്റ്റ് ബുള്ളിഷ് കേസ് പറയുകയാണെങ്കിൽ നോട്ട് കോയിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഒരു എയർ ഡ്രോപ്പ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ 62 ഡോഗ്സ് കോയിൻ എന്ന് പറയുന്നത് $1 ആണെന്നുള്ള രീതിയിലേക്കുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ സർക്കുലേറ്റ് ആവുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വളരെ വലിയ എയർ ഡ്രോപ്പ് എമൗണ്ടും കാര്യങ്ങളൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ എത്രയാണെന്ന് അവരുടെ ടീം പുറത്ത് വിടുന്നത് വരെ ഇതിനകത്തൊരു പ്രൈസ് പ്രഡിക്ഷൻ നമുക്ക് നടത്തൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എന്തായാലും സപ്ലൈയും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം പോയിന്റ്സ് ഇതിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയുടെ തുടക്ക ഭാഗത്ത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനിയും ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ വെറും മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സമയം മാക്സിമം ഉപയോഗിച്ച് അത് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് ബോട്ടും കാര്യങ്ങളൊന്നും ഓപ്പൺ ആവുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഹെവി റഷ് അതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ബോട്ടൊന്നും ഓപ്പൺ ആവാത്തത്. അവർ വേണമെങ്കിൽ ആ ഒരു പറഞ്ഞ ടൈമിന് മുന്നേ ക്ലോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാത്ത ആളുകൾക്ക് ഈ വരുന്ന മണിക്കൂറുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ബൈനാൻസ് ലിസ്റ്റ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബൈനാൻസ് ലിസ്റ്റിംഗ് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം എമൗണ്ട് എയർ ഡ്രോപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.